നോക്കി 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ സാധനമാണ് കേട്ടോ ഞാൻ ഈ പൊതി അഴിക്കുന്നത്. പൊതി അഴിച്ചു കഴിഞ്ഞപ്പോൾ മക്കളെ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി. ഒരു പൊതിച്ചോറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം മിസ്സായിപ്പോയി കേട്ടോ, ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറെന്ന് ചോദിക്കാൻ വരട്ടെ. ഓംലേറ്റും ചിക്കൻ ഫ്രൈയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും അവിയലും പച്ചടിയും അച്ചാറും മീൻ തോരനും മീൻ കറിയും പിന്നെ പായസവും പപ്പടവും ഇതെല്ലാം കൂട്ടി ഒരു പൊതിച്ചോറായാലോ. ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. പക്ഷെ ആ മീൻ തോരൻ അത് അവർക്ക് കുറച്ചുകൂടെ വെക്കായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കുഞ്ഞൊരു കുടംപുളിയുടെ പീസും കുറച്ച് മുള്ളും കുറച്ച് തേങ്ങയും ഒക്കെ മാത്രമേ കിട്ടിയുള്ളൂ. അത് കുറച്ചുകൂടെ വെക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ, അതുകൊണ്ട് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ നല്ല പ്രയാസമാണ്. പക്ഷെ ഞാനിത് ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു, കാരണം എൻ്റെ ആമാശ എൻ്റെ പിതാമഹന്മാരെ വരെ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പൊതിച്ചോറെന്ന് പറയുന്നതിനെക്കാട്ടിൽ ഒരു നാടൻ ഊണ് ഇലയെ കഴിച്ച പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഈ പായസവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യുള്ളൂ. 1.5 kg ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. മംഗഫിലെ തന്നെ ബ്ലോക്ക് 4 സീവേ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. അവരുടെ ബിരിയാണി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞരിയിൽ അധികം മസാലയൊന്നും ഇല്ലാത്ത നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുട്ട കുഞ്ഞിനെ അവിടെ താടിക്ക് കഴിയും കൂടെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടോ. അവസാനം പായസവും കൂടെ കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ മക്കളെ സുഭാഷ് എന്നല്ല, അത് വേറൊന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ. ടാറ്റാ.